ഓം ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭാവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ജീവിതം ഉദ്യാനം പോലെയാവണം. 5 വയസ്സുവരെ കുഞ്ഞിനെ വളർത്തമ്മ വാത്സല്യത്തോടും ഉപദേശങ്ങളോടും കൂടി മഹാത്മാക്കളുടെ ചിത്രങ്ങൾ കാണിച്ചും അവരുടെ ചരിത്രകഥകൾ കേൾപ്പിച്ചും നല്ല ആഹാരം നൽകിയും ശുഭ്രവസ്ത്രങ്ങൾ അണിയിച്ചും നല്ല വാക്കുകൾ പറഞ്ഞും പ്രയത്നിച്ചും വളർത്തപ്പെടേണ്ടതാണ്. ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥത്തിലെ വരികളാണിത്. പ്രിയരെ, ഒരു കന്നിൻകുട്ടി ഈ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നത് നല്ല വിശപ്പുമായിട്ടാണ്. ആ വിശപ്പടക്കുവാനുള്ള ഉപായം എന്തെന്ന് ആരിൽ നിന്നാണ് അതറിയുന്നത്? കോലുപോലുള്ള കൈകാലുകൾ പതുക്കെ പതുക്കെ ഉറപ്പിച്ച് എഴുന്നേൽക്കുന്ന ആ കന്നിൻകുട്ടി തള്ളയുടെ അകിട് സ്വയം തേടിപ്പിടിക്കും. അതുപോലെ ഒരു പൂവിലിരിക്കുന്ന തേൻ ആരും കാണിച്ചു കൊടുത്തിട്ടല്ല ഒരു ശലഭം വന്ന് നുകരുന്നത്. അപ്പോൾ പ്രകൃതി ജീവനത്തിനുള്ള ചില പാഠങ്ങൾ മുൻകൂട്ടി ജീവജാലങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നിൽ ഈ പാഠങ്ങളെ ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും വികസിപ്പിക്കുവാനും മാർഗങ്ങളാക്കി അവയെ പരിവർത്തനപ്പെടുത്തുവാനുമുള്ള കഴിവ് മനുഷ്യനുള്ളതാണ്. അവന് മാത്രമേ ജീവിതത്തിന്റെയും പ്രകൃതിയുടെയും അനന്ത സാധ്യതകളെ മുൻകൂട്ടി കാണുവാനും വിലയിരുത്തുവാനും സാധിക്കുന്നുള്ളൂ. മറ്റെല്ലാ ജീവജാലങ്ങളും ജീവിതാവധി കഴിഞ്ഞ് വിസ്മൃതിയിലേക്ക് ലയിക്കുമ്പോൾ മനുഷ്യൻ ഈ ജീവിതാവധിക്കുള്ളിൽ തന്നെ ഒരു മഹാലക്ഷ്യത്തെ പ്രാപിച്ച് ജീവിതം ധന്യമാക്കി ലോകത്തോട് വിട പറയുമ്പോഴും അവിസ്മരണീയമായിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാൽ ഓരോ ജീവിതവും ഒരു ഉദ്യാനം പോലെയായിരിക്കണം. എങ്കിലേ അതിലെ മണവും ഇനി വരുന്നവർക്ക് അനുഭവിക്കാനാവും. ആ നിലയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.